നമസ്തേ ഓൾ. എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് നിർബന്ധമായും നമുക്ക് ആ കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ ഓൾറെഡി ആ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക അല്ലേ? നമുക്ക് നാളെ എന്തൊക്കെ ചെയ്യാനുണ്ട്, അടുത്ത ആഴ്ച നമുക്ക് ആരൊക്കെ മീറ്റ് ചെയ്യാനുണ്ട്, എന്തൊക്കെയാണ് നമുക്ക് ഈ മന്ത് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി പ്രീ പ്ലാൻ ചെയ്യും അല്ലേ? സോ ഇഫ് യു വോണ്ട് ടു ഡു സംതിങ് ഇന്റൻഷ്യലി or really want to do, will you postpone or prepone it? എന്ത് ചെയ്യാം നമ്മൾ ഓൾറെഡി പ്രീപോൺ ആണ് ചെയ്യുക, ഒരിക്കലും അതിനെ പോസ്റ്റ്പോൺ ചെയ്യില്ല. ക്ലിയർ? നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്, നമ്മൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആവശ്യമുള്ളത് നമ്മൾ നീട്ടി വെച്ച് സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നു. ദിസ് ഈസ് കോൾഡ് പ്രൊക്രാസ്റ്റിനേഷൻ. എല്ലാവരും ഒരുവിധം എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് അല്ലെ പ്രൊക്രാസ്റ്റിനേഷൻ എന്നുള്ളത്. എങ്ങനെ പ്രൊക്രാസ്റ്റിനേഷനിൽ നിന്ന് നമുക്ക് പ്രൊഡക്ടിവിറ്റിയിലേക്ക് പോകാം എന്നതിനെ കുറിച്ച് നോക്കാം. ആദ്യമായിട്ട് പ്രൊക്രാസ്റ്റിനേഷൻ എന്നൊരു വേർഡ് ഡിറൈവ് ചെയ്ത് വന്നത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള പ്രോകാസ്റ്റിനസ് എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന വേർഡ് വന്നത്. നോർമലി അതിന്റെ മീനിങ് എന്ന് പറയുന്നത് കാര്യങ്ങളെ നമ്മൾ മാറ്റി വെച്ചുകൊണ്ടേയിരിക്കുക, ഫ്യൂച്ചറിലേക്ക് നമ്മൾ കാര്യങ്ങളെ, നാളേക്ക് നമ്മൾ കാര്യങ്ങളെ മാറ്റി വെക്കുക എന്നൊരു മീനിങ് ആണ് അതിന് വരുന്നത്. പ്രൊക്രാസ്റ്റിനേഷൻ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് സംഭവിച്ചിരിക്കുന്നത്, നമ്മൾ ആ ഒരു കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിലേക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഒന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ബ്രേക്ക് ചെയ്ത് അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ തന്നെ നീട്ടി വെച്ച് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് മാറും അത്. അപ്പോൾ ഒരു ഹാബിറ്റായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇന്റൻഷനലി ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യത്തിനെയാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന രീതിയിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് പ്രൊക്രാസ്റ്റിനേഷൻ ഉണ്ടാവണമെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലുള്ള ആൻസൈറ്റി, ഡിപ്രഷൻ, അല്ലെങ്കിൽ നമ്മളുടെ ഹാബിറ്റ്സ് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത നമ്മുടെ ഹാബിറ്റ്സ്, ഓക്കെ, ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് പ്രൊക്രാസ്റ്റിനേഷൻ. ഇത് നമ്മുടെ ഒരു സ്വഭാവ സവിശേഷതയാണ്. എസ്പെഷ്യലി ഇത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ ബാധിക്കുന്നു. ഇതുമൂലം നമുക്ക് എന്താണ് കുറ്റബോധം, ഡിപ്രഷൻ, ആങ്സൈറ്റി, നമുക്ക് നമ്മളോട് തന്നെയുള്ള ഒരു സെൽഫ് എസ്റ്റീം വളരെ കുറവായിരിക്കും, ലോ സെൽഫ് എസ്റ്റീം. അതുമൂലം നമുക്ക് നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങളെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഇതൊക്കെ നമ്മളിലേക്ക് വരുന്നു. ഓട്ടോമാറ്റിക്കലി ഇതിനൊരു എൻഡ് ഓഫ് ദ റിസൾട്ട് നമ്മുടെ ഫിസിക്കൽ ഇൽനെസ്സിനെ വരെ ഇത് നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ളത് തന്നെയാണ്. സോ ഇതൊക്കെ കേട്ട് നിങ്ങൾ ആകെ പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നു വേണ്ട, ഇതൊക്കെ സ്വാഭാവികം മാത്രമാണ്. ഓക്കെ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഫിസിക്കലി, മെന്റലി, ഫിനാൻഷ്യലി, ഇമോഷണലി, ഇങ്ങനെ ഒരുപാട് സെഗ്മെന്റിലൂടെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരൊക്കെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളുടെ ഈ കാര്യത്തിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട്. ക്ലിയർ? എങ്ങനെയാണ് നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുക? ഈ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ നിന്നും പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് പോകാൻ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ്, കുറച്ച് ആക്ഷൻസ് നമ്മൾ എടുത്താൽ മാത്രം മതി. ആ ആക്ഷൻസിലൂടെ നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡേ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വരും ദിവസങ്ങളുടെ റിസൾട്ട് എന്തായിരിക്കും? പ്രൊഡക്റ്റീവ് തന്നെയായിരിക്കും. ഇന്ന് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ റിസൾട്ട് ആണല്ലോ നമുക്ക് നാളെ കിട്ടുന്നത്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. അത് ബ്രേക്കപ്പ് ചെയ്തുകൊണ്ട്, പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ ബ്രേക്കപ്പ് ചെയ്ത് പ്രൊഡക്ടിവിറ്റി എന്ന കാര്യത്തിലേക്ക് പോകാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഡേ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, വ്യക്തമായിട്ട് നമുക്ക് ആ ഡേക്ക് വേണ്ടി താങ്ക്ഫുൾ ആയിട്ട് നമ്മൾ എഴുന്നേൽക്കുന്നു, താങ്ക്സ് പറയുന്നു. ദെൻ എന്താണ്, നമ്മൾ നോർമൽ നമ്മുടെ ഡേ ടു ഡേ ഹാബിറ്റ്സിലേക്ക് പോകും അല്ലെ? നമ്മുടെ മോർണിംഗ് ഹാബിറ്റ് റുട്ടീനിലേക്ക് നമ്മൾ പോവാണ്, ബ്രഷ് ചെയ്യും, ഒന്ന് ഫ്രഷപ്പ് ആവും. ഫ്രഷപ്പ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ 5 minute മെഡിറ്റേഷനിൽ ഇരിക്കാം. നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിലൂടെ ആയിരിക്കണം. ഓക്കെ, 5 minute മെഡിറ്റേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ നിങ്ങൾ എടുക്കുക. പൂർണ്ണമായിട്ടും നിങ്ങൾ ആ ഒരു മ്യൂസിക്കിലേക്ക്, ആ ഒരു വൈബ്രേഷനിലേക്ക് നിങ്ങളെ അങ്ങോട്ട് സമർപ്പിക്കാം. ക്ലിയർ? എന്നിട്ട് ആ ഒരു മെഡിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം അന്നത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്ത് തീർക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. വലിച്ചു നീട്ടി എഴുതുന്ന ഒരു കാര്യമല്ല ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ടു ഡു ലിസ്റ്റിലേക്കാണ് വരുന്നത്. അപ്പൊ ടു ഡു ലിസ്റ്റ്, അപ്പൊ എന്താണ് ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അന്ന് ചെയ്തെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പൊ ആ കാര്യങ്ങൾ പോയിന്റ് ആയിട്ട് ഏറ്റവും കുറവ് ഒരു 5 or 6 മാക്സിമം അതിൽ വരുന്ന രീതിയിലേക്ക് ഒതുക്കാം. എന്നിട്ട് അത് നമുക്ക് ഞാൻ ചെയ്തെടുക്കുന്ന എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ടിക്ക് ചെയ്യാനായിട്ട് സാധിക്കണം.
എൻ്റെ ഒരു ടു ഡു ലിസ്റ്റിന്റെ ബുക്കാണ് എവറിഡേ ഞാൻ എഴുതുന്ന ടു ഡു ലിസ്റ്റ് ആണ്. സോ അതിൽ നമ്മൾ ഇതുപോലെ എഴുതി വെക്കുന്നു. ആൻഡ് നമ്മൾ ചെയ്ത് തീർക്കുന്ന കാര്യങ്ങളെയൊക്കെ നമ്മൾ ടിക്ക് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഓരോ ദിവസം ഞാൻ ഓരോ കളർ പെൻ യൂസ് ചെയ്യും. അപ്പോൾ ഇതേപോലെ നമ്മൾ ടിക്ക് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണ്, അപ്പോൾ അതാത് ഡേറ്റ് എഴുതിയിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ടിക്ക് ചെയ്യുക കേട്ടോ. അപ്പം അത് നമുക്ക് ഒരു ദിവസം നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു, ഇതിന്റെ റിസൾട്ട് എന്താണ് നമുക്ക് നാളെ നോക്കും ചെയ്യാം, നമ്മൾ വളരെ പ്രൊഡക്റ്റീവായിട്ടിരിക്കുകയും ചെയ്യും. ഓക്കെ, ടു ഡു ലിസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മളിലേക്ക് വരുന്ന ഐഡിയാസ്, ദ തേർഡ് തിങ് എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. ഓക്കെ, ആ കാര്യങ്ങൾ നിങ്ങൾ ക്യാപ്ചർ ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. മൈൻഡിലേക്ക് ഒരു ദിവസം നിങ്ങൾ ഇങ്ങനെ പുതിയ ഹാബിറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് എനർജറ്റിക് ആയിട്ട് ഡേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും അല്ലെ. അപ്പൊ നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന കുറച്ച് തോട്ട്സ്, നല്ല ഐഡിയാസ്, ഓക്കെ എനിക്കിത് ഇങ്ങനെ ചെയ്യാമല്ലോ എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് പോസിറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളായിരിക്കും. അതെല്ലാം അപ്പം തന്നെ നിങ്ങൾ മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ കീപ്പ് ചെയ്യുന്ന ഒരു ബുക്കായിരിക്കാം, ഫോണാണ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കുക അല്ലെ. ഫോൺ ആണെങ്കിൽ ആ ഫോണിൽ ഈവൻ ടെലഗ്രാമിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ ഒരു ഗ്രൂപ്പ്, നമ്മളുടേതായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ നോട്ട് ചെയ്യാം, ടൈപ്പ് ചെയ്തിടാം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ. അതിന് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്ന കാര്യങ്ങളാണ് ഡീക്ലറ്റർ. നമുക്ക് നമ്മുടെ കണ്ണിന് ചുറ്റും നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റും കാണുന്ന കാര്യങ്ങൾ, അതിൽ ഏതെങ്കിലും ഒരു വസ്തു നമുക്ക് എടുത്ത് കളയേണ്ടതായിട്ടും റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും നമ്മുടെ വീട്ടിൽ നിന്നും. നമ്മൾ റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്യുക. നമ്മുടെ സറൗണ്ടിങ്സ് എപ്പോഴും അടയ്ക്കൊതുക്കി വെക്കുക. നമുക്ക് ഒരുപാട് എനർജറ്റിക് ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ആ ഒരു വൈബ്രേഷൻ തന്നെ വളരെ പോസിറ്റീവായിട്ട് അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എടുത്ത കാര്യങ്ങൾ എടുത്തോടുത്ത് വെക്കാനും, അതുപോലെ തന്നെ 1 മിനിറ്റ് 2 മിനിറ്റിൻ്റെ ഒക്കെ ആക്ഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ് ആക്ഷൻ ആണ്. ഇപ്പോൾ നമ്മൾ ഒരു കപ്പ് ഓഫ് ടീ കുടിച്ചു, ആ ടീ കുടിച്ചതിന് ശേഷം ആ ഒരു ഗ്ലാസ് അപ്പം തന്നെ വാഷ് ചെയ്ത് അത് വെക്കേണ്ട സ്ഥാനത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു 2 മിനിറ്റ് ആക്ഷനാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ 2 മിനിറ്റ് ആക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാതും കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സറൗണ്ടിങ്സ് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടായിരിക്കും. നമുക്ക് മോർണിംഗ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഈവനിങ് ചെയ്യേണ്ട റുട്ടീൻസ്, അതൊക്കെ എന്തൊക്കെയാണോ അതൊക്കെ കൃത്യമായിട്ട് തന്നെ ആ ഹാബിറ്റ് ക്രിയേഷൻ, ഓക്കെ നമ്മുടെ ഹാബിറ്റ്സ് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാം. ഹാബിറ്റ്സ് എന്തൊക്കെയായിരിക്കും, നമ്മൾ ഡെയിലി റുട്ടീനിൽ വരുന്ന നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, നമ്മുടെ വർക്ക്ഔട്ട്, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലേ. നമ്മുടെ വാഷിംഗ്, ക്ലീനിങ്, അതെല്ലാം നമ്മുടെ ഹാബിറ്റ്സ് തന്നെയാണ്. അതുപോലെ നമുക്ക് വായിക്കാനായിട്ട് റീഡിങ് പറയുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഹാബിറ്റ്സിൽ പെടുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ എന്താണെന്ന് അറിയാമല്ലോ. അതിന് വ്യത്യസ്തമായിട്ട് ഇന്ന് ഞാൻ ചെയ്ത കാര്യത്തിന് എനിക്ക് റിസൾട്ട്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്നെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റണം. ക്ലിയർ, സെൽഫ് അപ്രീസിയേഷൻ കൊടുക്കുക, സെൽഫ് റിവാർഡ് കൊടുക്കുക. അപ്പോൾ എന്താ റിവാർഡ്? ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്കൊരു ചോക്ലേറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർണമെന്റ്സ് മേടിക്കുന്നതായിരിക്കാം, ഡ്രസ്സായിരിക്കാം, വോട്ട് എവർ ഇറ്റ് ഈസ്. നിങ്ങൾ ചെറിയ ചെറിയ സക്സസ് ഹിറ്റ് ചെയ്യുന്തോറും നിങ്ങൾക്ക് തന്നെയുള്ള റിവാർഡ്സ് കൊടുക്കാനായിട്ട് സാധിക്കണം. അപ്പം ആ റിവാർഡ്സ് മസ്റ്റാണ്. ഓക്കെ, സെൽഫ് ലവ്, സെൽഫ് എസ്റ്റിമേഷൻ ഒക്കെ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് കൂടാനായിട്ട് സാധിക്കും. റിവാർഡ്സ് മസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് എന്തുണ്ടെങ്കിലും ഇതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ അനുഗ്രഹീത ജീവിതം വളരെ മസ്റ്റാണ്. അപ്പം ഈച്ച് ആൻഡ് എവ്രി മൊമെന്റ് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. ഓരോ കാര്യത്തിനും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. അപ്പം മോർണിംഗ് എഴുന്നേറ്റ് മുതൽ കിടന്നുറങ്ങുന്ന വരെ കിട്ടുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എൻ്റെ മുൻപത്തെ വീഡിയോസിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എല്ലാ ദിവസവും മോർണിംഗ് ആൻഡ് ഈവനിങ് എഴുതാനായിട്ട് ശ്രമിക്കാം. ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരുപാട് ആക്ഷൻസ് ചെയ്യാനും, നമ്മൾ പോസിറ്റീവായിട്ടിരിക്കണം, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും, ഹാപ്പി ആയിട്ടിരിക്കാനും, നമ്മളിലേക്ക് ഗുഡ് വൈബ്രേഷൻസ് ഒക്കെ വരാനായിട്ട് സാധിക്കും. നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതിലൂടെ നമ്മളിൽ നിന്നും വരുന്ന വൈബ്രേഷൻ, ഫ്രീക്വൻസി ഇതെല്ലാം ഹയർ ആയിരിക്കും. ഓക്കെ, ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താണ് നമ്മുടെ ലൈഫിലേക്ക് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങളിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഡേ ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഈ പറയുന്ന ആക്ടിവിറ്റി ഒക്കെ നമുക്ക് സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ പ്രൊക്രാസ്റ്റിനേഷനിൽ നിന്നും പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്താൻ വളരെ സിമ്പിൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. താങ്ക് യു സോ മച്ച്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അറിയാമെന്ന് വെച്ചാൽ താഴെ കമൻസ് ആയിട്ട് മെൻഷൻ ചെയ്യുക. താങ്ക് യു.